അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. പ്രിയപ്പെട്ട ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ വീഡിയോസുകളൊക്കെ കാണുന്ന എല്ലാ മുത്തു മുഅ്മിനീങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷവും സമാധാനവും നൽകട്ടെ. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ബാധിക്കുന്ന സംഭവമാണ് കൊതിയേൽക്കുക എന്ന് പറഞ്ഞാൽ. ഈ കൊതിയേറ്റ് കഴിഞ്ഞാൽ വല്ലാത്തൊരു പ്രയാസമാണ് അല്ലേ? നമ്മളൊക്കെ അത് അനുഭവിച്ചു. കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രയാസത്തിലും വിഷമത്തിലുമാണ്. അള്ളാഹു നമ്മുടെയൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്ത് നല്ല സന്തോഷമുള്ളൊരു ജീവിതം റബ്ബ് നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, നമുക്കൊരു അമൽ പറഞ്ഞാലോ? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന അമൽ നമുക്കെല്ലാവർക്കും അറിയാം. നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ്, നമ്മളതിനെക്കുറിച്ച് അറിയുന്നവരാണ്. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമ്മളത് അനുഭവിച്ചവരാണ്. കൊതിയേൽക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കൊക്കെ അറിയാം. കൊതിയേൽക്കുക കുട്ടികൾക്ക് ആണ് കൂടുതൽ ഇത് ബാധിക്കാറുള്ളത്. വലിയവർക്കുമുണ്ട്, കുട്ടികൾക്കുമുണ്ട്. ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, വൊമിറ്റ് ചെയ്യാൻ തോന്നും, എന്തെങ്കിലും നല്ല വിശപ്പുണ്ടാകും, ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും, പക്ഷേ ഭക്ഷണം കഴിക്കാൻ നമുക്ക് കഴിയൂല. ഇതാണ് കൊതിയേറ്റാൽ ഉണ്ടാകുന്ന പ്രധാന ലക്ഷണം. അതുപോലെ തന്നെ നമ്മൾ വിശന്ന് ചെന്ന് ഒന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ ചോറ് ഒരു ഉരുള കഴിച്ച്, രണ്ട് ഉരുള കഴിച്ച്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കഷ്ണം എന്തെങ്കിലും ഒന്ന് ചപ്പാത്തിയോ പുറം എന്തെങ്കിലും കഴിച്ചാൽ അപ്പം തന്നെ വയറ് നിറഞ്ഞതുപോലെ തോന്നുക, വിശപ്പ് മാറിയതുപോലെ തോന്നുക. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും വിശപ്പ് തോന്നുക. അതല്ലെങ്കിൽ കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ഭക്ഷണം കഴിക്കാതിരിക്കുക, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. എന്തെങ്കിലും കഴിച്ചാൽ അപ്പോൾ വൊമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടി വരിക. കുട്ടികൾക്കൊക്കെ പുറത്ത് പോയി എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കഴിച്ചാൽ ഒക്കെ ഇത് ഉണ്ടാകാറുണ്ട്. നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. കുട്ടികൾക്ക് ചില ആളുകൾ തീരെ ഭക്ഷണം കഴിക്കൂല. എത്ര ഭക്ഷണം കൊടുത്താലും അവർ ഭക്ഷണം കഴിക്കൂല. ഇത് കൊതിയേറ്റാൽ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ്. നമ്മളിതിന് പ്രതിവിധി പല ഉമ്മമാരും വീട്ടിൽ തന്നെ എടുത്തു കൊടുക്കാറുണ്ട് അല്ലേ? പഴയ ഉമ്മമാരൊക്കെ ഇതിന് ഉഷാറാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് കൊതിയേറ്റ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ചികിത്സിക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ വിദ്യകളാണ് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ പോകുന്നത്, അമലുകൾ. നിങ്ങളത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. ഉപകാരപ്പെടുന്നവരിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതൊരു അമലല്ല, ഒരു 4-5 അമലുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് സമയവും സാഹചര്യവും ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന കുറച്ച് അമലുകളാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട, മുഴുവനായിട്ട് കണ്ടോളൂ. ആദ്യമായിട്ട് ഞാനൊരു അമൽ പറഞ്ഞു തരാം. കൊതിയേറ്റ ഒരു വ്യക്തിക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു അമൽ, ഒരു പഞ്ചസാരയിലോ അല്ലെങ്കിൽ ഉപ്പിലോ അതല്ലെങ്കിൽ ചെറിയ ഉള്ളിയിലോ നിങ്ങൾക്കിത് ഏതും ഉപയോഗപ്പെടുത്താം. പഞ്ചസാര പറ്റും, ഉപ്പ് പറ്റും, ചെറിയ ഉള്ളി പറ്റും. ഉപ്പ് മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്. പഞ്ചസാരയും ചെറിയ ഉള്ളിയുമാണ് ഏറ്റവും നല്ലത്. ഇതെടുത്ത് വെച്ചിട്ട് കാഫില്ലാത്ത 3 സൂറത്ത്, കാഫാണ് ഞാൻ പറഞ്ഞത്, ഖാഫല്ല, കാഫില്ലാത്ത 3 സൂറത്തുണ്ട്. ഏതാണ് ആ 3 സൂറത്ത്? ഒന്ന് ഖുൽ അഊദു ബി റബ്ബിൽ ഫലഖ്, അതാണ് കാഫില്ലാത്ത ഒരു സൂറത്ത്. രണ്ടാമത്തേത് വൽ ഹസ്ർ. വൽ ഹസ്ർ എന്ന് പറയുന്ന സൂറത്തിൽ കാഫില്ല. അതുപോലെ തന്നെ ലി ഈലാഫി ഖുറൈഷ് എന്ന് പറയുന്ന സൂറത്തിലും കാഫില്ല. ഈ 3 സൂറത്തുകളാണ് കാഫില്ലാത്ത ഖുർആനിലെ 3 സൂറത്ത്. ഈ 3 സൂറത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? പഞ്ചസാരയോ ഉള്ളിയോ എടുത്തു വെച്ചതിന് ശേഷം നിങ്ങളതിലേക്ക് ഊതുക, ചൊല്ലിയിട്ട് ഇതിലേക്ക് ഊതുക. അപ്പോൾ നിങ്ങൾ എത്ര വട്ടം ഓതണം? 3 വട്ടം ഓതാം, 5 വട്ടം ഓതാം, 7 വട്ടം ഓതാം, 9 വട്ടം ഓതാം. ഇതിലേത് വേണമെന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പ്രയാസം, അസുഖം, ബുദ്ധിമുട്ട്, സാഹചര്യം എല്ലാം നോക്കിയിട്ട് സെലക്ട് ചെയ്താൽ മതി. നല്ല പ്രയാസം ഉണ്ടെങ്കിൽ ഒരു 9 തവണ ഓതുന്നതാണ് നല്ലത്. വലിയ കുഴപ്പമില്ല, ചെറിയൊരു ബുദ്ധിമുട്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 3 തവണയോ അല്ലെങ്കിൽ ഒരു 5 തവണയോ ആകാം. ഏറ്റവും നല്ലത് 9 തവണ ഓതലാണ്. അപ്പോൾ 9 തവണ എന്ത് ചെയ്യുക? സൂറത്തുൽ ഫലഖ് ഓതുക, അതേപോലെ തന്നെ വൽ ഹസ്ർ ഓതുക, അതേപോലെ തന്നെ ഈലാഫി ഖുറൈഷ് ഓതുക. ഇത് എല്ലാം 3 പ്രാവശ്യം 3 പ്രാവശ്യം 3 പ്രാവശ്യം. ഇനി 5 പ്രാവശ്യമാണെങ്കിൽ എല്ലാം 5 പ്രാവശ്യം 5 പ്രാവശ്യം വെച്ചിട്ട് ഓതുക. ഇൻഷാ അല്ലാഹ് ഇത് ഓതിയതിന് ശേഷം ആർക്കാണോ കൊതിയേറ്റത് അവർക്ക് നിങ്ങൾ കഴിക്കാൻ കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കൊടുക്കുക. ഇപ്പോൾ പഞ്ചസാരയിലാണെങ്കിൽ കുട്ടികൾക്ക് പഞ്ചസാര കുറച്ച് അല്പം നാവിലിട്ട് കൊടുക്കാം. അത് ഇനി മുല കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ ലേശം അത് പൊടിച്ചിട്ട് മുലപ്പാലിൽ കലർത്തിയിട്ട് കൊടുക്കാം. ഇങ്ങനെയൊക്കെ പറ്റും.
കൊതിയേറ്റവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു അമലാണ്. അതുപോലെ തന്നെ ഈ കൊതി ബാധിച്ച ആളുകൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു അമലാണ് നമ്മുടെ പഞ്ചസാര എടുത്തിട്ട് ഖുറൈശ് സൂറത്ത് ഓതുക. പഞ്ചസാര എടുത്ത് ഖുറൈശ് സൂറത്ത് ഓതിയിട്ട് 11 തവണ ഓതിയതിന് ശേഷം ഇതിലേക്ക് മന്ത്രിക്കുക. മന്ത്രിച്ചതിന് ശേഷം ഈ കൊതിയേറ്റ ആൾക്ക് ഇതെന്ത് ചെയ്യുക, ചായയിലിട്ടിട്ടോ അതല്ലെങ്കിൽ അങ്ങനെ കഴിക്കാൻ വേണ്ടി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം. ഇനി ഒരുപാട് പഞ്ചസാര കഴിക്കാൻ കൊടുക്കരുത്, ഷുഗറാണ്. കുറച്ച് അല്പം മാത്രം കൊടുത്താൽ മതി. ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക, അത് കഴിക്കാൻ കൊടുക്കുക. ഇതുപോലെ തന്നെ ഒരു 11 ഉണക്കമുളകും ലേശം ഉപ്പും കടുകും കൂട്ടി പിടിച്ചതിന് ശേഷം ഇതേ സൂറത്ത് 11 പ്രാവശ്യം ഓതി, ഖുറൈശ് സൂറത്ത് 11 പ്രാവശ്യം ഓതി ഇതിൽ ഊതിയിട്ട് അതുകൊണ്ട് ഈ കൊതിയേറ്റ ആളെ ഒന്ന് ഒഴിഞ്ഞ് അടുപ്പിലിട്ട് കത്തിച്ചാലും എന്താകും, ഈ കൊതിയേറ്റ ആളുടെ ഈ ഒരു ബുദ്ധിമുട്ട് മാറിക്കിട്ടും. കൊതിയേറ്റ് കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. വലിയവർക്കും ചെറിയവർക്കും ഇത് ബാധിക്കും. ആർക്കും ഇത് ബാധിച്ചേക്കാം. പുളിച്ച് തേട്ടി വരിക, കഴിച്ച ഭക്ഷണം തന്നെ ഇടയ്ക്കിടയ്ക്ക് പുളിച്ച് തേട്ടി വന്നിട്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുക, ഇതൊക്കെ പ്രധാനമായും ഇതിൻ്റെ ലക്ഷണമാണ്. അതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നല്ലവണ്ണം സൂക്ഷിച്ചോളി. ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേഗം ഈ അമല് ചെയ്തോളി, അള്ളാഹു ഫലം തരും. ഇനിയുമുണ്ട് അമലുകൾ കൊതിയേറ്റാൽ ചെയ്യാനുള്ളത്. ഇത് ചെയ്യാൻ പ്രയാസമുള്ള ആളുകൾക്ക് മറ്റൊരു അമല് കൂടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു 3 പൊട്ടാത്ത ചുവന്ന മുളക്, അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂണ് ഉപ്പ്, അതുപോലെ തന്നെ ചുവന്ന ഉള്ളി ഒരു 3 എണ്ണം, ഇത്രയും സംഭവം എടുത്തിട്ട് 11 തവണ ലി ഈലാഫി ഖുറൈശ് എന്ന് പറയുന്ന സൂറത്ത് മന്ത്രിക്കുക. എന്നിട്ട് ആർക്കാണോ ഈ കൊതിയേറ്റ വ്യക്തി, ആർക്കാണോ ഈ ബുദ്ധിമുട്ടുള്ളത്, അവരെ ഒന്ന് ഒഴിഞ്ഞിട്ട് നേരെ അടുപ്പിലിട്ടൊന്ന് കത്തിച്ചാൽ മതി. ഒരുപാട് ഫലമുള്ള ഒരു അമലാണിത്. ഇൻഷാ അള്ളാഹ് ഇതൊക്കെ ഒന്ന് ചെയ്തു നോക്കൂ. അള്ളാഹു ഇതിന് ഫലം തരട്ടെ. കൊതിയേറ്റവർക്ക് വേണ്ടി ഇനിയും ഒരുപാട് അമലുകളുണ്ട്. ഇൻഷാ അള്ളാഹ് ഇത് തന്നെ ഏറ്റവും ധാരാളമാണ്. ഇത് ചെയ്തിട്ട് കുറവില്ലാത്തവരാണെങ്കിൽ ഇൻഷാ അള്ളാഹ് എന്നെ കോൺടാക്റ്റ് ചെയ്യൂ, മറ്റ് അമലുകൾ ഞാൻ പറഞ്ഞു തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.